എന്താ സംസാരിക്കാനുള്ളത്? അത് എന്താ പറയണമെന്നറിയില്ല ശ്രേയ. നമുക്കിടയിൽ ഇനി എന്താ സംസാരിക്കാനുള്ളത്? സംസാരിക്കാനൊന്നുമില്ലേ? ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ ഇല്ല. ശ്രേയ പ്ലീസ്, എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ. ബുദ്ധിമുട്ടിച്ചെന്നോ? ഞാനോ? ബുദ്ധിമുട്ടിച്ചതും കഷ്ടപ്പെടുത്തിയതുമെല്ലാം നീ. എന്റെ സ്വപ്നങ്ങളെ, എന്റെ സന്തോഷത്തെ എല്ലാം എല്ലാം നീ ഇല്ലാതാക്കി. അതെന്നെ കൊല്ലുന്നതിന് തുല്യമല്ലേ? നീയൊരു കൊലപാതകിയാ. അന്ന് കല്യാണ ദിവസം നടന്നതൊക്കെ എന്താ ഏതൊന്നും മനസ്സിലാക്കാതെ നീ പറയുന്നത്? നീ പറയുന്നത് കേട്ടാ എനിക്ക് എന്റെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും തിരിച്ചു വരുമോ? വരുമോന്ന്? ശ്രേയ, നിന്റെ ദേഷ്യവും വിഷമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നിന്റെ ദേഷ്യം എന്നോട് കാണിക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ശ്രേയ. നിന്നോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എന്ത് തെറ്റാ ചെയ്തെന്നോ? ചാരുവിന്റെ കഴുത്തിൽ നീ താലി കെട്ടിയില്ലേ? അവളിപ്പോ നിന്റെ ഭാര്യയായിട്ടല്ലേ ജീവിക്കുന്നേ? അത് തെറ്റല്ലേ? ചതിയല്ലേ നീ എന്നോട് കാണിച്ചത്? എന്നിട്ട് ഇത്ര നിസ്സാരമായി എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു ആകാശേ? നീ പറഞ്ഞത് ശരിയാ. ഞാൻ ചാരുവിനെ കല്യാണം കഴിക്കേണ്ടി വന്നു. ഏത് സാഹചര്യത്തിലായി എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നേന്ന് നിനക്കറിയാവോ? എന്ത് സാഹചര്യം? നിന്റെ കഴുത്തിൽ ആരെങ്കിലും കത്തിയോ തോക്കോ വെച്ച് ഭീഷണിപ്പെടുത്തിയോ? അങ്ങനെ ഭീഷണിപ്പെടുത്തിയാലും മരിക്കുക എന്നല്ലാതെ നീ ചാരുവിനെ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു. നീ ചാരുവിനെ കല്യാണം കഴിച്ചപ്പോ ഞാനും എനിക്ക് നിന്നോടുള്ള സ്നേഹവും വെറും ഇല്യൂഷൻ ആയിരുന്നു അല്ലേ? നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങളൊക്കെ വെറുതെ ആയിരുന്നു അല്ലേ? നിന്റെ മനസ്സിലും ജീവിതത്തിലും ഞാനില്ല. ഇതിനപ്പുറം എനിക്കൊന്നും സംസാരിക്കണ്ട. നീ പോ. ശ്രേയ, ഞാൻ പറയുന്നത് കേക്ക് പ്ലീസ്. തൂക്ക് കയറിലേക്ക് പോകുന്നതിന് മുമ്പ് ആ പ്രതിയോട് അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കും. പക്ഷെ എന്നോട് എന്റെ മനസ്സിൽ എന്താണെന്ന് ആരും ചോദിച്ചിട്ടില്ല ശ്രേയ. എന്റെ ലൈഫിലെ ഇമ്പോർട്ടന്റ് ഡിസിഷൻ അത് ഞാൻ എടുത്തതല്ല ശ്രേയ. അതിനുള്ള അവസരം എനിക്ക് ആരും തന്നില്ല. അവരങ്ങനെ ചെയ്തു. ഓട്ടെ, നീ എന്നെ മനസ്സിലാക്കാത്തത് എന്റെ വിഷമം. ബലിയാട്, അതാ ഞാനിപ്പോ. ബലിയാടായി നിൽക്കുന്നത് നീയല്ല ആകാശൻ, ഞാനാ. എന്റെ ലൈഫിനേക്കാൾ സ്നേഹിച്ച നിന്നെ എനിക്ക് നഷ്ടപ്പെട്ട് മൂന്നാമതൊരാളായി നീ മുന്നിൽ നിൽക്കുന്നത് കാണുമ്പോ നെഞ്ചുപൊട്ടുന്ന വേദനയുണ്ട് എനിക്ക്. നിന്നെ കാണാനായിട്ട് കുട്ടനാട്ടിലേക്ക് ഞാൻ വന്നപ്പോ എന്റെ ഉള്ളില് എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു എന്നറിയോ? ചാരുവിനെ നീ കല്യാണം കഴിച്ചു എന്നറിഞ്ഞപ്പോ ആ നിമിഷം ഞാൻ ഇല്ലാതായി. മരവിച്ച മനസ്സുമായിട്ടാ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയത്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയോ?